ചിക്കൻ ബിരിയാണിയും ചിക്കൻ കറി വെച്ചതും ചിക്കൻ പൊരിച്ചതൊക്കെ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ. എന്നാൽ പിന്നെ ചിക്കൻ്റെ തന്നെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ പൊട്ടാസ് റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. പിന്നെ പൊട്ടാസ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കൊന്നും ചെയ്യില്ല. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പൊട്ടിത്തെറിക്കാൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇത്രയും ചിക്കൻ പീസ് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അങ്ങ് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 7 പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ പരിപാടി അവിടെ തീർന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കറിവേപ്പില കുറച്ച് അധികം തന്നെ അങ്ങ് എടുത്തോളൂ കേട്ടോ. അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ചെറുനാരങ്ങ നീരിന് പകരം വിനാഗിരി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് അരച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാനിത് ഒരു 1/4 സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതും പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂട്ടത്തിൽ തന്നെ ഉപ്പും പിന്നെ 1 സ്പൂൺ ഓയിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അങ്ങ് അരച്ചെടുത്തോളൂ. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് ചില്ലി പീസും അല്ല, എന്നാൽ പിന്നെ ബിരിയാണി പീസും അല്ല, ആ ഒരു വലുപ്പത്തിലുള്ള പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ പീസ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തോളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാം അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഈ ഒരു സമയം കൊണ്ട് ഞാനിതൊരു വാഴയില അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയില കട്ട് ചെയ്തതോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് അങ്ങ് വന്നിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ ഓരോരു പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പൊട്ടാസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇല കഴുകിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തോർത്തിയെടുത്തതിന് വേണം ഇതുപോലെ പൊട്ടാസ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇലയിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസ് കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പിടിക്കണം. എന്നിട്ട് നമ്മൾ വാഴനാര് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതങ്ങ് കെട്ടിയെടുക്കുന്നത്. പിന്നെ കെട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് അങ്ങ് കെട്ടിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കുന്ന രീതിയിൽ അങ്ങ് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കെട്ടൽ പരിപാടി കൂടെ തീർന്നതിന് ശേഷം ഇതുപോലെ ചൂടായിട്ടുള്ള ഓയിലോട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ ഓയിൽ ചൂടാവുന്ന ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടുള്ളൂ, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മുടെ പൊരിച്ചതും കരിച്ചതും ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിച്ചുകൂടാത്തവരൊന്നും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാസ് ഇങ്ങനെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് കൂടെ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ചിക്കൻ വെറൈറ്റീസ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഞാനിത് അല്പം ഒന്ന് തണിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മുടെ കെട്ടം കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം കടിക്കാൻ തുടങ്ങും. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് തുറക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ അങ്ങ് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ പൊട്ടാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.